ബുക്ക് മൈ ഷോയിൽ വന്നപ്പം കണ്ടൊരു മൂവിയാണ്. എൻ്റെ ട്രെയിലർ കണ്ടപ്പം പ്യൂർലി ആക്ഷന് വേണ്ടി മാത്രം കയറിയൊരു മൂവിയാണ്. ആ കൂടെ 1 മണിക്കൂർ 40 മിനിറ്റ് 1.25 മണിക്കൂർ എന്തേ ഉള്ളൂ. കമ്പയറിങ് ചൈനീസ് മൂവി ടു എ ജാപ്പനീസ് ഓർ കൊറിയൻ ഇറ്റ് വിൽ ബി എൻ ഇൻസൾട്ട്. ഒരു ജാപ്പനീസ് അല്ലെങ്കിൽ കൊറിയൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും ഒരു കമേഴ്ഷ്യൽ മാർഷൽ ആർട്സ് മൂവി. ആക്ച്വലി ബുക്ക് മൈ ഷോയിൽ വന്നപ്പം കണ്ടൊരു മൂവിയാണ്. എൻ്റെ ട്രെയിലർ കണ്ടപ്പം പ്യൂർലി ആക്ഷന് വേണ്ടി മാത്രം കയറിയൊരു മൂവിയാണ്. അപ്പോൾ ഒരു ഹോങ്കോങ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഗാങ്സ്റ്റർ ഫ്ലിക്ക് പോലെയാണ്. പക്ഷേ ട്രഡീഷണൽ ചൈനീസ് വാർഫെയറും അതിൻ്റെ സ്പിരിറ്റും അതിൻ്റെ ഈ ചീ എന്നൊക്കെ പറഞ്ഞ് പവർ അവർക്ക് കിട്ടുന്നതും ആ സ്പിരിറ്റ് പവേഴ്സൊക്കെ വെച്ചിട്ട് ഇച്ചിരി കൂടെ ബിലീവബിൾ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉഗ്രൻ ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ആ കൂടെ 1 മണിക്കൂർ 40 മിനിറ്റ് 1.25 മണിക്കൂർ എന്തേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു ഫുൾ ത്രോട്ടിൽ ഒരു ആക്ഷൻ പാക്ഡ് മൂവി. ആക്ഷന് മെയിൻലി ആക്ഷന് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. വളരെ ക്വിക്ക് കൊറിയോഗ്രഫിയും എല്ലാം മിക്കവാറും സ്റ്റണ്ടൊക്കെ ചെയ്ത ആൾക്കാരെല്ലാം ബോഡി ഡബിളൊക്കെ ആൾക്കാർ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു കുങ്ഫു ട്രെയിൻഡ് ആൾക്കാർ തന്നെ ആയിരിക്കും. പേസ് കണ്ടിട്ട് മേ ബി ഈവൻ ഷാവലിൻ ടെമ്പിൾ സ്റ്റൈൽ ഇതാണോ ഫോളോ ചെയ്തേക്കുന്ന പോലും തോന്നിപ്പോവും ആക്ഷൻ സീക്വൻസസ് കാണുമ്പോൾ. അത്രയ്ക്കും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഇതുണ്ട്. ഈവൻ ആക്ടേഴ്സൊക്കെ നല്ല കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ ഒരു മെയിൻ ആളുടെ റൈറ്റ് ഹാൻഡ് മാനായിട്ട് വരുന്ന ഒരാൾക്കാണ് സ്പെഷ്യൽ ഈ സ്പിരിറ്റ് പവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയാളിനെ അവസാനം കീഴടക്കാൻ നോക്കുന്നത്. അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അയാൾ ആ റോള് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പറയില്ല, ചിലപ്പോൾ ഈ ഒരു അസുരനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരു 3-4 ആൾക്കാരൊക്കെ വന്ന് കീഴ്പ്പെടുത്തേണ്ടി വരും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ചൈനീസ് ട്രഡീഷണൽ ഇതിലും ഒരുപാട് യൂസ് ചെയ്തിട്ടൊരു കാര്യം തന്നെയാണ്. കൊള്ളാം, നല്ല കണ്ടുകൊണ്ടിരിക്കും. കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി ലൈനും ഉണ്ട്. ഗാങ്സ്റ്റർ ഫ്ലിക്ക്, റിവെഞ്ച് ഉണ്ട്. ഗാങ്സ്റ്റേഴ്സിനും തമ്മിൽ ഇൻ ഹൗസ് ഒരു അഗ്രിമെൻ്റ് ട്രീറ്റിയൊക്കെ ഓരോരോ സെക്ഷനും റീജിയനും ഒക്കെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവസാനം അത് തെറ്റിപ്പോകുന്നതും ഗ്രീഡും അത് കാരണം എല്ലാം കൊള്ളാം. നല്ല രീതിയിൽ മെയിൻലി മാർഷൽ ആർട്സ്, ഹാർഡ് കോർ മാർഷൽ ആർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഓവർ ദ ടോപ്പ് വേർഷൻ ആയിരുന്നു കങ്ഫു ഹസിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ വളരെ ഓവർ ദ ടോപ്പ് ആയിരുന്നു. ഇത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി സ്പീക്കിംഗ് ഇത് ഇച്ചിരി കൂടെ ഒരു ജാപ്പനീസ് അല്ലെങ്കിൽ ഒരു കൊറിയൻ ടച്ച് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ഫീലായിരുന്നു. നോർമലി ചൈനീസ് മൂവീസൊക്കെ ഇച്ചിരി കൂടെ ഓവർ ദ ടോപ്പ്, ഇച്ചിരി കൂടെ ആക്ഷനിലൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടെ ഓവർ. പക്ഷേ ഇതിൽ ഇച്ചിരി കൂടെ അവർ ഈ സിനിമാറ്റോഗ്രഫി എടുത്ത് നോക്കിയാലും ഫീലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെയും ഒരു കൊറിയൻ അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്. കമ്പയറിങ് ചൈനീസ് മൂവി ടു എ ജാപ്പനീസ് ഓർ കൊറിയൻ ഇറ്റ് വിൽ ബി എൻ ഇൻസൾട്ട്. ഒരു ജാപ്പനീസ് അല്ലെങ്കിൽ കൊറിയൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഈവൻ ഒരു ചൈനയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരിക്കില്ല. പക്ഷേ എന്നാലും ഒരു ഫീൽ ഇച്ചിരി കൂടെ ഹാർഡ് കോർ, ഇച്ചിരി കൂടെ റോ ടൈപ്പ് ഒരു ആക്ഷൻ സീക്വൻസ് ആണ്. അപ്പോൾ ഇച്ചിരി കൂടെ എനിക്ക് ജാപ്പനീസ് ആൻഡ് കൊറിയൻ മൂവീസ് മോർ ഓഫ് ഒരു ജാപ്പനീസ് മൂവി പോലെ തോന്നി. ബട്ട് എന്നാലും ഹാറ്റ്സ് ഓഫ് നല്ല രീതിയിൽ കൊറിയോഗ്രഫിയൊക്കെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. പക്ഷേ എന്നാലും ഒരുപാടിട്ട് ചില മൂവീസ് ഉണ്ട് നമ്മൾ ആവശ്യമില്ലാതിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടും കാര്യമില്ല. അത് ആ ഒരു പേസിൽ കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ആക്ഷന് വേണ്ടിയാണ് വരുന്നത്. ഓക്കെ, സ്റ്റോറി അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ആഡഡ് ബോണസാണ്. ചുമ്മാ ഒരു കാര്യം ഉണ്ടാക്കി പോയില്ല എന്നുള്ളത്. റിവെഞ്ച് തീം തന്നെയാണ്. വയലൻറ്റ് ചില സീൻസൊക്കെ ഇച്ചിരി ബ്രൂട്ടൽ തന്നെയാണ്. നമ്മൾ തന്നെ വിചാരിക്കും ഇത്ര ഇടി കിട്ടിയിട്ടും അല്ലെങ്കിൽ ഇച്ചിരി കുത്തിയിട്ടിട്ട് മരിച്ചു പോകുന്നില്ലല്ലോ എന്ന്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈയിടയ്ക്ക് കാണുമായിരുന്നു ഷാവലിൻ ടെമ്പിൾ കുങ്ഫു സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു വളരെ ഒരു സീനിയർ ഒരു അദ്ദേഹത്തിന് അയൺ റോഡ് വെച്ച് ഇടിക്കുന്നു, നൈഫ് വെച്ച് ചെയ്യുന്നു. അയാൾക്കെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഹിസ് ബോഡി ഈസ് ലൈക്ക് സ്റ്റീൽ. റിയൽ ലൈഫ് ഒരു കാര്യമാണ്. ഈയിടയ്ക്ക് കണ്ടേ ഉള്ളൂ. അത് കണ്ടിട്ട് ഈ സിനിമ കാണുമ്പോൾ ഇച്ചിരി കൂടെ കൺവിൻസിങ് ആയിട്ട് തോന്നും. ഇറ്റ്സ് ക്വൈറ്റ് എ ഗുഡ് വാച്ച്. ആക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വെച്ച് ലാഗ് ചെയ്യിപ്പിക്കാതെ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു സ്റ്റോറി ലൈനും കൂടെ വെച്ച് ഇറ്റ്സ് ഗുഡ്. ഞാൻ പറഞ്ഞൊരു ഹാർഡ് കോർ മാർഷൽ ആർട്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വന്ന ഒരു കമേഴ്ഷ്യൽ മാർഷൽ ആർട്സ് മൂവി.